കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പൂരമഹോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. രാവിലെ നടന്ന തൃക്കൊടിയേറ്റിലും വൈകുന്നേരം നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിലും ആയിരങ്ങൾ സംബന്ധിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. പലവിധ പരിപാടികളോടെയാണ് അജാനൂർ കടപ്പുറം ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷവും പൂരമഹോത്സവം കൊണ്ടാടുന്നത്. വിപുലമായ ആഘോഷം പതിവ് പോലെ മാതൃകാപരമാക്കാനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇത്തവണയും ആഘോഷ കമ്മിറ്റി കാലേക്കൂട്ടി പൂർത്തിയാക്കിയിരുന്നു. ഉത്സവത്തിന് സമാരംഭം കുറിച്ച് ബുധനാഴ്ച രാവിലെ നടന്ന തൃക്കൊടിയേറ്റിൽ ആയിരങ്ങൾ സംബന്ധിച്ചു. 7:30-നും 8:40-നും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു കൊടിയേറ്റ്. ആചാരസ്ഥാനികരുടെ നേതൃത്വത്തിൽ വാദ്യമേളത്തിന്റെയും വിശ്വാസികളുടെ പ്രാർത്ഥനയുടെയും നിറവിൽ നടന്ന കൊടിയേറ്റ് പൂരാഘോഷത്തിന്റെ വരവിളിയും വിളംബരവുമായി മാറി. ബാല്യക്കാരും വനിതകളും മാത്രമല്ല ആബാലവൃദ്ധം ആളുകളും സന്നിധിയെ ജനസമ്പന്നമാക്കി. തുടർന്ന് 11 മണിയോടെയായിരുന്നു സാംസ്കാരിക സമ്മേളനം. ശ്രീകുറുംബ ആത്മീയ വിജ്ഞാന കേന്ദ്രത്തിലെ കുട്ടികളുടെ പ്രാർത്ഥനയോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം. എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ വത്സൻ പിലിക്കോട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ മലനാട്ടിലേക്ക് വരികയായിരുന്ന ഈ അതിസുന്ദരികളായ രണ്ട് സ്ത്രീകളെയും അവർക്ക് രക്ഷയേകി കൊണ്ടുവന്ന രണ്ട് പുരുഷന്മാരെയും ഒരുമിച്ച് ചേർത്തിട്ട് ആദ്യമായി ദൈവസങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചത് വടക്കൻ കേരളത്തിലെ മുക്കുവ സമുദായം. അതുകൊണ്ടാണ് കുറുംബ ഭഗവതി വടക്കൻ കേരളത്തിലെ മുക്കുവ സമുദായത്തിന്റെ ധർമ്മ ദേവതകളായിട്ട് മാറുന്നത്. മുക്കുവർക്ക് മാത്രമല്ല, തീയർക്കുമുണ്ട് കുറുംബ സങ്കല്പം, ആശാരിമാർക്കുമുണ്ട് കുറുംബ സങ്കല്പം. പക്ഷേ പ്രബലമായ നിലയിൽ കുറുംബ സങ്കല്പത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന മുക്കുവ സമുദായമാണ്. 4 ഇല്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വളരെ വ്യത്യസ്തമായ തീരദേശത്തിന്റെ സംസ്കാരമുള്ള ഒരു സമൂഹമാണ്. ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് PV സുഹാസ് അധ്യക്ഷനായി. ഹോസ്തൃക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ, കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ, ആഘോഷ കമ്മിറ്റി കൺവീനർ AR രജനീഷ് എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ BV കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഉച്ചയ്ക്ക് 12:30 മുതൽ 2 മണി വരെയായിരുന്നു ആഘോഷത്തിന്റെ ഭാഗമായുള്ള അന്നദാനം. വൈകുന്നേരം 4 മണിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങും പ്രൗഢമായി. ബത്തേരിക്കൽ അയ്യപ്പ മഠത്തിൽ നിന്നും ചെണ്ടമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ
വിപുലമായ ഘോഷയാത്രയായാണ് ഭക്തജനങ്ങൾ ഉത്സവത്തിന്റെ അന്നദാനത്തിലേക്ക് ആവശ്യമായ ധാന്യങ്ങളും ഫലങ്ങളും പച്ചക്കറികളുമെല്ലാം പൂരോത്സവ നഗരിയിലെ കലവറയിലേക്ക് എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.